കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റി, കാക്കയുടെ വരവ് നിന്നു. എങ്കിലും സാറഫാത്തിലെ വിധവയെ കർത്താവ് ഒരുക്കി ഏലിയാവെ പോറ്റുവാൻ. ഏലിയാവിനെ കൈക്കൊണ്ട വിധവയുടെ വീട്ടിൽ ദാരിദ്ര്യം മാറിപ്പോയി, മരണം മാറിപ്പോയി, ക്ഷാമം മാറിപ്പോയി. ദേശത്തെല്ലാം ക്ഷാമമുണ്ടെങ്കിലും സാറഫാത്തിലെ വിധവയുടെ വീട്ടിൽ ക്ഷാമമില്ല. കാരണം ഒരു അഭിഷിക്തനെ, ഒരു മഹത്വമുള്ള ഒരു ദൈവ മനുഷ്യനെ കൈക്കൊണ്ടത് കൊണ്ട് ആ വീട്ടിൽ ആ ക്ഷാമവും നെഗറ്റീവായിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസും മാറിപ്പോയി. അനുസരണം കേട്ട ശൗൽ ശമൂവേലിനെ പിടിച്ചു വലിച്ചു, നിർബന്ധിച്ചു, അങ്കി കീറിപ്പോയി. അത് ശാപത്തെ കൊണ്ടുവന്നു. താഴ്മയോടുകൂടെ ദൈവമക്കളോട് ഇടപെട്ടാൽ, വിളിച്ച വിളിയിൽ വിശ്വസ്തരായിരുന്നാൽ, ദൈവം ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തരായിരുന്നാൽ ഒരിക്കലും തിന്മ വരില്ല, നന്മ മാത്രമേ വരികയുള്ളൂ. നന്മകൾ പെരുകും. നന്മകൾ പെരുകുവാൻ എന്തു ചെയ്യണമെന്നറിഞ്ഞ് ആ നന്മ ചെയ്യുവാൻ നമുക്ക് ഒരുങ്ങാം. എലീശ വിളിച്ച വിളിയിൽ വിശ്വസ്തനായിരുന്നു. ബേഥേലിൽ നിന്നില്ല, ഗിൽഗാലിൽ നിന്നില്ല, എരിഹോവിൽ നിന്നില്ല, യോർദാനിൽ നിന്നില്ല. തൻ്റെ വിളിച്ച ദൗത്യം പ്രവാചകനെ സഹായിക്കുവാൻ, പ്രവാചകനോട് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. താൻ എത്ര പ്രതികൂലം വന്നിട്ടും, പരിഹാസം വന്നിട്ടും, പ്രലോഭനം വന്നിട്ടും അതിലൊന്നിലും പിന്മാറിപ്പോകാതെ വണ്ണം പ്രവാചകനോട് കൂടെ നിന്നതുകൊണ്ട് തനിക്ക് ഇരട്ടി പങ്കായി ആത്മാവിന്റെ അഭിഷേകത്തെ തനിക്ക് സ്വന്തമാക്കുവാനായി കഴിഞ്ഞു. അഭിഷേകത്തിന്റെ വില തിരിച്ചറിയുന്ന ദൈവമക്കൾ എഴുന്നേൽക്കട്ടെ.